ഞാൻ മെഷീന്റെ മുമ്പിൽ ഇരുത്തിയത്. അത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് പഠിപ്പില്ല, ഇതുപോലുള്ള വലിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്തുള്ള പരിചയമില്ല. നിങ്ങളെന്താ അതൊന്നും ആലോചിക്കാതിരുന്നത്? തയ്യൽ മെഷീന്റെ മുൻപിൽ പിടിച്ചിരുത്താനുള്ള യോഗ്യത എനിക്കില്ലെന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു. പാർവതിക്ക് യോഗ്യതയില്ലെന്ന് ആരാ പറഞ്ഞത്? നീ തുന്നിയത് ഞാൻ ചെക്ക് ചെയ്തു, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അയാള്... നിങ്ങളുടെ തെറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു നല്ല ആളാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അതെന്റെ തെറ്റാ. സാർ എന്നെ കുറെ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുൻപ് അതെല്ലാം തീർത്തു കൊടുക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാ കഴിക്കാൻ പോയാലോ? മതി, കഴിച്ചിട്ട് വരാം. ആ പാർവതി, വാ കഴിച്ചിട്ട് വരാം. ഇല്ല ചേച്ചി, ഞാൻ വരുന്നില്ല. എനിക്ക് വിശപ്പില്ല. ചേച്ചി പോയി കഴിച്ചിട്ട് വാ. നീയൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ കൊണ്ടുവന്നത് നമുക്ക് രണ്ടുപേർക്കും കഴിക്കാം. വാ. വേണ്ട ചേച്ചി, ചേച്ചി പോയി കഴിക്കേ. ഒന്നും പറയണ്ട, ഞാൻ നിന്റെ ചേച്ചിയെ പോലാണെന്നല്ലേ നീ പറഞ്ഞത്. അനിയത്തി ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന ചേച്ചിക്ക് കഴിക്കാൻ തോന്നോ? പറ. വരാനല്ലേ പറഞ്ഞത്? വിഷമിക്കണ്ട പാർവതി, നീ ഇട്ടിട്ട് പോവെന്നറിയാൻ അയാൾ നിന്നെ